ഓണം അത്താണല്ലോ ഇന്ന്. അപ്പോൾ അത്തപ്പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ ശേഖരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ പറിക്കാൻ പോണ സമയത്ത് നമ്മുടെ പഴയ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നു കേട്ടോ. ഒരുപാട് പൂക്കൾ അന്വേഷിച്ച് ഇങ്ങനെ നടന്നതും പൂക്കളൊക്കെ ആയിട്ട് പൂക്കൾ പറിക്കാനായിട്ട് മത്സരിച്ച് ഓടിയതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. ഇന്നത്തെ കാലത്ത് കുട്ടികളെ എങ്ങനെയാണ് പുതിയ പൂക്കളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന പൂവല്ലേ ഇടുക. അപ്പം ഞാനിന്ന് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. മോൾക്ക് പൂക്കളിടാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ പൂവിടേണ്ട കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ പൂ പറിക്കാനൊക്കെ വന്നു. പൂ പറിക്കലും അതൊക്കെ എപ്പോഴും ഒരു രസമൊക്കെ തന്നെയാണ് കുട്ടികൾക്ക്. ഞങ്ങൾ പഴയ പണ്ട് കാലത്ത് കുട്ടികൾക്ക് പൂ പറിക്കണ സമയത്ത് നമ്മളൊരു കൊട്ടയൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പൂ പറിക്കാൻ പോകും. പൂവൊക്കെ പറിച്ച് വന്ന് കഴിഞ്ഞിട്ട് പൂവിടാൻ പറഞ്ഞപ്പോൾ ഈ ചാണകം മെഴുകിയിട്ട് വേണമല്ലോ അതിൻ്റെ മുകളിലല്ലേ നമ്മൾ പൂവിടുക. അപ്പോൾ അത് പറഞ്ഞപ്പോൾ മാത്രമുണ്ട് മോളൊക്കെ മാറി നിൽക്കണം കേട്ടോ. ഇനി ചാണകം കയ്യിലാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പൂവിടാനൊന്നും വന്നില്ല. ഞങ്ങൾ പൂവിട്ട് തുടങ്ങിയപ്പോഴുണ്ട് ഞങ്ങളുടെ പൂക്കളത്തിലൊരു പൂമ്പാറ്റ വന്നിരിക്കണം. പൂക്കളം ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഒരു പൂമ്പാറ്റ വന്നിരിക്കണം കേട്ടോ. അത് കുറേ കഴിഞ്ഞപ്പോൾ പാറിപ്പോയി. പിന്നെ ഞാൻ എൻ്റേതായ ഇതിൽ ഡിസൈനിൽ ഇങ്ങനെ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞു. അത്തപ്പൂക്കളാണല്ലോ. അപ്പോൾ ഇന്നത്തെ പൂക്കളം ഇതാണ് കേട്ടോ. നമ്മുടെ അത്തം പൂക്കളം ഇന്ന് ഇങ്ങനെ ആവട്ടെ. എല്ലാവർക്കും അത്തം ദിന ആശംസകൾ.